സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. രാത്രി 8 മണിവരെ ആർത്തങ്കൽ മീറ്റ് സ്റ്റാളിൽ അപ്പനെ സഹായിച്ച ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പീറ്റർ ആൻ്റണി. ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റിന് വെട്ടം കുറവാണെന്ന് തോന്നിയിട്ട് അവൻ ബ്രൈറ്റ് ലൈറ്റിട്ട് തന്നെ ബൈക്ക് ഓടിച്ചു. വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്തെത്തിയപ്പോൾ പുറകിൽ പാർക്ക് ലൈറ്റ് മാത്രം ഇട്ട് കിടന്ന കാർ ബൈക്കിനോട് ചേർന്ന് നിന്നു. പീറ്റർ ബൈക്ക് റോഡിൻ്റെ മാർജിനിലേക്ക് ഇറക്കി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ബൈക്ക് ഓടുന്ന അതേ ലൈനിൽ തന്നെ കാർ കൂടുതൽ ചേർന്ന് വന്നു. ഒടുവിൽ മതിലിനും കാറിനും ഇടയിൽ ബൈക്ക് ഞെരുങ്ങുമെന്ന നിലയിൽ പീറ്റർ ഭയന്ന് ബൈക്ക് നിർത്തി കാറിന് നേർക്ക് നോക്കി. കാറിൻ്റെ പാർക്ക് ലൈറ്റുകൾ അണഞ്ഞു. കാറിൽ നിന്ന് മുഖം മറച്ച ഒരാൾ ഇറങ്ങി ബൈക്കിൻ്റെ മുന്നിലേക്ക് വന്നു. അയാൾ കൈ നീട്ടി ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് അണച്ചു. പീറ്റർ ആൻ്റണിയെ കോളറിന് കുത്തിപ്പിടിച്ച് ബൈക്കിൽ നിന്ന് വലിച്ചെടുത്തു. പീറ്റർ ഒച്ച വയ്ക്കാൻ വായി തുറന്നതും വായടച്ച് ഒരിടി വന്നു പതിഞ്ഞു. പീറ്ററിന് ഒന്ന് ഞരങ്ങാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ്റെ വായിൽ ചോര ചുവച്ചു. മുഖം മറച്ച ആൾ അവനെ ചുവരിലേക്ക് ചേർത്ത് ഇടം കൈകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് താഴത്തെ 2 വരി വാരിയിലകൾക്ക് മീതെ വലം കൈകൊണ്ട് പരതി കാൽമുട്ടുകൊണ്ട് ആഞ്ഞടിച്ചു. പീറ്ററിന് ശ്വാസമോ ശബ്ദമോ കിട്ടിയില്ല. മുഖം മറച്ചയാൾ കഴുത്തിലെ പിടുത്തം അയച്ചപ്പോൾ പീറ്ററിൻ്റെ ശരീരം മതിലിലൂടെ ഓർന്ന് താഴേക്കിരുന്നു. പീറ്ററിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. തല കാൽമുട്ടുകളിലേക്ക് ചാഞ്ഞു. വീണ്ടും ബോധം വരുമ്പോൾ പീറ്ററിന് ചുറ്റും ചെറിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. പീറ്ററിൻ്റെ ബൈക്ക് മതിലിനോട് ചാരിയിരിക്കുകയാണ്. ആളുകൾ മൊബൈലിലെ ടോർച്ച് തെളിച്ച് നോക്കുന്നുണ്ട്. പീറ്ററിൻ്റെ വായിലും മൂക്കിലും താടിയിലുമെല്ലാം ചോര. അത് കഴുത്തിലേക്കും ഷർട്ടിലേക്കും വലിച്ച് പടർന്നിരിക്കുന്നു. പീറ്റർ കണ്ണ് ചിമ്മി ദയനീയമായി എല്ലാവരെയും നോക്കി. തന്നെ ആക്രമിച്ചവനോ ആ കാറോ അവിടെ എങ്ങുമില്ല. എന്നാ പറ്റിയതാ? തെന്നി മറിഞ്ഞതാണോ ബൈക്ക്? ആരോ ഒരാൾ പീറ്ററിനോട് ചോദിച്ചു. പീറ്ററിന് വാ തുറക്കാൻ വയ്യ, മിണ്ടാൻ വയ്യ. അതോ ഏതെങ്കിലും വണ്ടി ഇടിച്ചിട്ടതാണോ? പീറ്ററിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ 2 കൈപ്പത്തിയും ഉയർത്തിക്കാട്ടി. ആരൊക്കെയോ ചേർന്ന് പീറ്ററിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ദുസ്സഹമായ വേദന കൊണ്ട് പീറ്റർ അമറി. പീറ്ററിൻ്റെ വീട്ടിൽ അറിയിച്ചോ? ആരെങ്കിലും പോയോ? ഒരാൾ ഉറക്കി ചോദിച്ചു. ആള് പോയിട്ടുണ്ട്, മറ്റൊരാൾ പറഞ്ഞു. കാറോ ഓട്ടോയോ എന്തെങ്കിലും കൊണ്ടുവരാൻ പറ. അപ്പോഴേക്കും പീറ്ററിൻ്റെ വീട്ടിലേക്ക് പോയ ആൾ ഓടിയെത്തി. അവിടെ പീറ്ററിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ ആൻ്റപ്പൻ ചേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനകം ആരോ ഒരു ഓട്ടോ വിളിച്ചു നിർത്തി പീറ്ററെ അതിൽ കയറ്റിയിരുത്തി. എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ചേർത്തലയ്ക്കോ ആലപ്പുഴയ്ക്കോ? ഒരാൾ ചോദിച്ചു. ആലപ്പുഴയ്ക്ക് വിട്ടോ, ആക്സിഡൻറ്റാ. മെഡിക്കൽ കോളേജിലിട്ട് പോട്ടെ. പീറ്ററെ താങ്ങി പിടിച്ചുകൊണ്ട് 2 പേർ കൂടി കയറി. വണ്ടാനം അല്ലേ? ഓട്ടോ ഡ്രൈവർ സംശയം നിവർത്തി വരുത്താനായി ചോദിച്ചു. ആ വിട്ടോ. ഓട്ടത്തിനിടയിൽ കുലുങ്ങുമ്പോൾ പീറ്റർ അതികഠിനമായ വേദനയാൽ ഞരങ്ങുകയും അമറുകയും ചെയ്തുകൊണ്ടിരുന്നു. ആൻ്റപ്പൻ പീറ്ററും ജോമോനും വിവരമറിയാൻ 1/4 മണിക്കൂർ കൂടി വൈകി. അവർ കാറെടുത്ത് പിന്നാലെ പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പീറ്ററെ കാഷ്വാലിറ്റിയിൽ നിന്ന് എക്സ്റേ എടുക്കാനായി എക്സ്റേ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ആൻ്റപ്പനും ജോമോനും പീറ്ററിൻ്റെ കൂട്ടുകാരും പിന്നാലെ വന്ന അഭ്യുദയകാംക്ഷികളും പീറ്ററെ വീൽചെയറിലിരുത്തി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ വിവിധ വിഭാഗങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. എക്സ്റേ കിട്ടാൻ 1 മണിക്കൂർ എടുത്തു. ട്രീറ്റ്മെൻറ്റ് ടേബിളിൽ പീറ്ററുടെ വായും ചതഞ്ഞ ചുണ്ടുകളും ചോരപ്പാടുകളും സ്പിരിറ്റിൽ മുക്കിയ പഞ്ഞി കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം മരുന്ന് വെച്ച് ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞു. എക്സ്റേ ഷീറ്റുകൾ മാറി മാറി നോക്കിയിട്ട് കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു. 2 വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ട്, അഡ്മിറ്റ് ചെയ്യട്ടെ. ആരും ഒന്നും മിണ്ടുന്നില്ല. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയണം. അഡ്മിറ്റ് ചെയ്യ് ഡോക്ടറെ, ആൻ്റപ്പൻ പീറ്റർ പറഞ്ഞു. ഉടൻ തന്നെ പീറ്ററെ അഡ്മിറ്റ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങി. ICUയിലേക്കാണ് പീറ്ററെ കൊണ്ടുപോയത്. അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിന് പകരം സ്ട്രെച്ചറിലേക്ക് മാറ്റിയിരുന്നു. നീണ്ട പാസേജിലൂടെ സ്ട്രെച്ചറിൽ കിടത്തി തള്ളിക്കൊണ്ടു പോകുന്നതിനിടയിൽ മുക്കിയും മൂളിയും ആംഗ്യഭാഷയിലും പീറ്റർ കൂടെയുള്ളവരോട് ആശയവിനിമയം നടത്തി. ബൈക്ക് ആക്സിഡൻ്റ് അല്ല നടന്നത്. കാറിൽ ഒരാൾ പിന്തുടർന്നു വന്ന് ആക്രമിക്കുകയായിരുന്നു. മതിലിനും കാറിനും ഇടയിൽ വെച്ച് തൻ്റെ ബൈക്ക് ഞെരുക്കി തടസ്സം സൃഷ്ടിച്ച ശേഷം കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച ഒരാൾ കാറിൽ നിന്നിറങ്ങി വന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. അയാളുടെ ഇടിയേറ്റാണ് മുഖം ചതഞ്ഞതും ചുണ്ടുകൾ പൊട്ടിയതും പല്ലിളകിയതും. അയാൾ മുട്ടുകാലിന് ഇടിച്ചിട്ടാണ് വാരിയെല്ലുകൾക്ക്
പൊട്ടലുണ്ടായത്. കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. ഇതിനകം തന്നെ ആൻ്റപ്പൻ പീറ്ററിന് ആളെ പിടികിട്ടി കഴിഞ്ഞു. ഇത് ചെയ്തത് അവനാ, ശൗരി. ആൻ്റപ്പൻ പല്ല് കടിച്ച് പിറുപിറുത്തു. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതിൽ ആർക്കും തർക്കമില്ല എന്ന നിലയ്ക്കായിരുന്നു ആൻ്റപ്പൻ പീറ്ററുടെയും കുടുംബക്കാരുടെയും തീരുമാനങ്ങൾ. ആലപ്പുഴ, അർത്തുങ്കൽ, മാരാരിക്കുളം, തുമ്പോളി, പുന്നപ്ര പ്രദേശങ്ങളിൽ ചിതറിക്കിടക്കുന്ന ബന്ധുജനങ്ങളുടെ ഊരും ഉശിരുമുള്ള ആണുങ്ങളെയെല്ലാം ആൻ്റപ്പൻ പീറ്റർ ഫോണിൽ കൂടി സംഭവം അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വാശിക്കാരും എടുത്തുചാട്ടക്കാരുമായ കുറച്ച് യുവാക്കൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേരുകയും ചെയ്തു. അവിടെ അവർ സംഘം ചേർന്ന് കൂടിയാലോചന നടത്തി. ചെയ്തത് അവൻ തന്നെയാണെന്ന് തീർച്ചയാ. കിട്ടിയത് 4 ഇരട്ടിക്ക് തിരിച്ചു കൊടുക്കണ്ടേ? ശൗരിക്ക് അതേ നാണയത്തിൽ തന്നെ ഇരട്ടടി കൊടുക്കാനായിരുന്നു ആദ്യത്തെ ആലോചന. അപ്പോൾ ജോമൻ പീറ്റർ പറഞ്ഞു, അങ്ങനെ അടികൊള്ളാൻ അവൻ നിന്ന് തരില്ല. മാത്രമല്ല, അവൻ്റെ പുറകിൽ ആളുണ്ട്. അവൻ്റെ കയ്യിൽ പൈസയുണ്ട്. പോലീസ് നോക്കിയിട്ട് അവന് ഒതുക്കാൻ പറ്റിയില്ല. പോലീസിൻ്റെ രീതിയല്ലല്ലോ നമ്മുടേത്, ഒരാൾ ആവേശത്തിൽ പറഞ്ഞു. പോലീസുകാർക്ക് നീതിയും നിയമവും ഒക്കെ നോക്കണം. മുകളിലുള്ളവരോട് ഉത്തരം പറയണം. നമുക്ക് കർത്താവിനോടും പുണ്യാളച്ചനോടും പറഞ്ഞാൽ മതി. വെറുതെ അടിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. കൈ വയ്ക്കുവാണെങ്കിൽ അങ്ങ് തീർത്തേക്കണം. പിന്നെ അവനെക്കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവത്തില്ല. അതൊന്നും വേണ്ട ലൗപ്പസേ. കൊലക്കുറ്റം തലയിൽ വന്ന ഊരിപ്പോരണമെങ്കിൽ 5-8 വർഷമെടുക്കും. പേര് നാറും, കുടുംബം അധോഗതിയാവും. നല്ല പോലെ ചതച്ചാൽ മതി. പിന്നെ ആയുസ്സിൽ എണീറ്റ് നടക്കരുത്. അതാ നല്ലത്. ഇങ്ങനെ ആലോചന പല വഴിക്ക് തിരിഞ്ഞു. തിരിച്ചടിയെന്ന് പറയുന്നത് ഇന്നോ നാളെയോ നടക്കുന്ന കാര്യമല്ല. ആദ്യം ചെയ്യേണ്ടത് അവനെതിരെ കേസ് കൊടുക്കുക എന്നുള്ളതാ. ആർത്തുങ്കൽ സ്റ്റേഷനിൽ പീറ്ററെ കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കണം. ആ അഭിപ്രായം പൊതുവെ സ്വീകാര്യമായി. പരാതി കൊടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചു പോകണം. അല്ലെങ്കിൽ പോലീസിനൊരു ഗൗരവം തോന്നത്തില്ല, ആൻ്റപ്പൻ പീറ്റർ പറഞ്ഞു. അതിനും അനുകൂല പ്രതികരണമായിരുന്നു. ആൻ്റപ്പൻ പീറ്ററുടെ നേതൃത്വത്തിൽ പിറ്റേന്ന് കുടുംബക്കാർ ഒത്തുചേർന്ന് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഇത് ബൈക്ക് ആക്സിഡൻ്റ് ആണെന്നാ ഇവിടെ അറിഞ്ഞത്. ഇവിടുന്ന് ആളുപോയി അന്വേഷിച്ചിരുന്നല്ലോ. ബൈക്ക് മതിലിലോട്ട് ചാരിയിരിക്കുവല്ലേ? സ്കിഡായതല്ലേ അത്? SI ജോൺസൺ ചോദിച്ചു. അല്ല സാറേ, ഒരു കാറ് വന്ന് മതിലിലോട്ട് ചേർത്ത് ഞെരുക്കിയതാണ്. അവൻ്റെ 2 വാരിയല് പൊട്ടി, ചുണ്ട് 2 മുറിഞ്ഞു, പല്ലിളകി. മറ്റവൻ ഇടിച്ചതാ. ആര്? ജോൺസന് കാര്യം മനസ്സിലായെങ്കിലും അജ്ഞത നടിച്ചു. അവൻ, ശൗരി. അവന് പീറ്ററോടെന്തിനാ വിരോധം? സാറേ, അവൻ മുൻപേ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങളുടെ എല്ലാം 2 വാരിയല് വീതം ചവിട്ടി ഓടിക്കുമെന്ന്. അതൊക്കെ വെറുതെ വീമ്പ് പറയുന്നതല്ലേ? കൃത്യം 2 വാരിയല് വീതം ഒടിക്കുക എന്ന് വെച്ചാൽ ഇതെന്താ ഈർക്കിളി പോലത്തെ വല്ലതുമാണോ ഈ വാരിയലെന്ന് പറയുന്ന സാധനം? സാറേ, ഇപ്പം സംഭവിക്കണത് അതല്ലേ? പീറ്ററിൻ്റെ 2 വാരിയലാണ് പൊട്ടിയേക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൻ്റപ്പ. വാരിയലൊക്കെ ഒടിയണമെങ്കിൽ സംഗതി ആക്സിഡൻ്റ് തന്നെയായിരിക്കും. അപ്പോൾ പരാതിക്കാരനെയല്ല സാറിന് വിശ്വാസം, കുറ്റം ചെയ്ത പ്രതിയെയാ. കാറ് കൊണ്ടുവന്ന് ബൈക്കിനിട്ട് ഇടിപ്പിച്ചു കാണും. അതായിരിക്കും സംഭവം. സാറേ, ഇടിപ്പിച്ചതെങ്കിൽ ബൈക്കിന് എന്തെങ്കിലും കേടുപാടുണ്ടാകേണ്ടേ? ഞങ്ങൾ ചെന്ന് ബൈക്ക് നോക്കി, ഒന്നുമില്ല. മതിലിലോട്ട് ചാരിയ ഭാഗത്ത് കുറച്ച് പോറലുണ്ട്, അത്രയുള്ളൂ. ഇത് ചെയ്തത് ശൗര്യ തന്നെയാണെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? എൻ്റെ മകൻ അവനെ കണ്ടിട്ടല്ലേ പറയുന്നത്. ശൗര്യയാണെന്ന് തിരിച്ചറിഞ്ഞോ? പിന്നില്ലാതെ. അവൻ അറിയരുതോ? ശൗര്യയുടെ മുഖം വ്യക്തമായിട്ട് കണ്ടോ? കണ്ടെന്നാ അവൻ പറഞ്ഞത്. മുഖം മറച്ച ഒരാളെ ആക്രമിച്ചെന്നാണല്ലോ പരാതിയിലുള്ളത്. സാറേ, ഒരു തൂവാല കൊണ്ട് മുഖം മറച്ചാലും നമുക്ക് പരിചയമുള്ള ആളുകളെ തിരിച്ചറിയാൻ പറ്റും. ശൗര്യയെ നല്ല പരിചയമുണ്ടോ പീറ്ററിന്? എത്ര പ്രാവശ്യം അവൻ കണ്ടിട്ടുണ്ട്? സാറിനറിയോ? ഈ പീറ്ററും ശൗര്യയും ഒരേ സ്കൂളിൽ പഠിച്ചതാ. 2 ക്ലാസ്സിലായിരുന്നേ ഉള്ളൂ. ഓ, അപ്പോൾ പണ്ട് മുതലേ ശത്രുക്കളാണ്. അതെ സാർ, ശൗര്യ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് പീറ്ററിനെ തല്ലിയിട്ടുണ്ട്. ശരി, എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. അതിനു മുമ്പ് വേറൊരു കാര്യം ചോദിച്ചോട്ടെ? നിങ്ങൾ തമ്മിൽ അത് സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത്? സംസാരിച്ച തീരത്തില്ല സാറേ. എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയവനവൻ. അവൾ അവൻ്റെ വീട്ടിൽ നിൽക്കുക. അതിൻ്റെയൊക്കെ കണക്ക് തീരണമെങ്കിൽ അവൻ ചാകണം. മകൾ അവൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ ഒത്തുപോകാനല്ലേ നോക്കേണ്ടത്? നിങ്ങൾ ക്ഷമിക്കാനും സംസാരിക്കാനും തയ്യാറാണെങ്കിലല്ലേ അവർക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നൂ. നിങ്ങൾ അവനെതിരെ കേസിനും വഴക്കിനും നടന്നാൽ ആ ദേഷ്യം അവളോടും കാണിക്കാൻ സാധ്യതയില്ലേ? കാണിക്കണം സാറേ. അവരവളെ നിലത്തൂടെ വലിക്കണം, പട്ടിണി കെട്ടി ചവിട്ടണം. സ്വർഗം ഉപേക്ഷിച്ചിട്ട്
ഇറങ്ങിപ്പോയത് നരകത്തിലേട്ടാണെന്ന് അപ്പോഴേ അവൾക്ക് മനസ്സിലാവത്തുള്ളൂ. അവൾ അനുഭവിക്കണം. ആൻ്റപ്പൻ പകയോടെ പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾക്ക് അടിച്ചു തീർക്കരുതോ? ശൗര്യയെക്കാളും ബന്ധുബലം നിങ്ങൾക്കല്ലേ? ഒരു 100-150 പേരെ നിങ്ങൾക്ക് വിളിച്ചു കൂട്ടാൻ പറ്റില്ലേ? 150 ഒന്നുമല്ല സാറേ, 250 വേണമെങ്കിലും പറ്റും. അപ്പോൾ നിങ്ങൾ ശൗര്യ വീട്ടിലുള്ള സമയം നോക്കി വീട് വളയണം. എല്ലാ കണക്കും ഒന്നിച്ച് തീർത്തേക്കണം. എല്ലാം കഴിയുമ്പോൾ പോലീസിനെ വിളിച്ചാൽ മതി. സാറേ, അതിനൊക്കെ സമയമെടുക്കും. അതിനു മുമ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവനെതിരെ ഒരു നടപടി വേണം. അന്വേഷിക്കാമെന്ന് പറഞ്ഞല്ലോ. അവനെ അറസ്റ്റ് ചെയ്യണം സാറേ. ചെയ്തത് അവനാണെന്ന് 100% ഉറപ്പാ. ശൗര്യയുടെ വെല്ലുമിച്ചിയുടെ വാരിയില ചവിട്ടിയൊടിച്ച ഒരു കേസ് ഇവിടെ കിടപ്പുണ്ട്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ശൗര്യയ്ക്ക് ഉറപ്പാ ആരാ അത് ചെയ്തതെന്ന്. കണക്ക് പറയുമ്പോൾ എല്ലാം പറയണ്ടേ? മനസ്സിലായി സാറേ, ആൻ്റപ്പൻ പീറ്റർ പറഞ്ഞു. സാറ് ശൗര്യയുടെ പക്ഷത്താ അല്ലേ? കഴിവറിൻ്റെ മോനെ ചീറിക്കൊണ്ട് ജോൺസൺ കസേര വിട്ട് ചാടി എണീറ്റു. എണീക്കടാ. അയാളുടെ ചൂണ്ടുവിരലിൻ്റെ ആംഗ്യം കണ്ട് ആൻ്റപ്പൻ അറിയാതെ എഴുന്നേറ്റു. നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് നിൽക്കണം പോലീസല്ലേ? നേതാക്കന്മാർ പറയുമ്പം ഇടത്തോട്ട് നട്ടല് വളയ്ക്കണം. മതമേലാളന്മാരുടെ ഇഷ്ടത്തിന് വലത്തോട്ട് വളയ്ക്കണം നട്ടല്. മേധാവികൾ പറയുമ്പോൾ മുന്നോട്ട് വളയ്ക്കണം. മുതലാളന്മാർ പറയുമ്പോൾ പിന്നോട്ട് വളയ്ക്കണം. എന്നിട്ട് അവസാന കുറ്റം പോലീസുകാരന്. 75 വയസ്സുള്ള പാവം പിടിച്ച തള്ളയെ നിലത്തിട്ട് ചവിട്ടി എല്ലൊടിച്ചപ്പോൾ ഓർക്കണമായിരുന്നു എന്തെങ്കിലും അതിനൊരു തിരിച്ചടി കിട്ടുമെന്ന്. ഇതിപ്പം ഇളയ മോനല്ലേ 2 വാരിയൽ പൊട്ടിയത്. താനും തൻ്റെ മൂത്ത മോനും കരുതിയിരുന്നു നിങ്ങൾക്കും കിട്ടും ഒട്ടും കുറയാതെ. പറഞ്ഞ പോലെ ചെയ്യുന്നവനാ ശൗരി. സാറിന് അവനെ പേടിയാണെങ്കിൽ ആ വിവരം പറ. ആൻ്റപ്പൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പരാതി തരാൻ വന്നവനാ. സാറിനെ പേടിപ്പിക്കുവാണോ? സാറിൻ്റെ മീതെ പോലീസുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സാറിനവൻ വലിയ ഗുണ്ടയായിരിക്കും. ചെല്ലിക്കടപ്പുറത്ത് തെണ്ടിപ്പറക്കി നടന്ന ചെറ്റയെ അവൻ. 4 കാശ് കണ്ടതിൻ്റെ പൊളപ്പ് ഞങ്ങൾ തീർത്തു കൊടുക്കാം. താൻ പോയി തീർത്തു കൊടുക്കടോ. തെണ്ടിപ്പറക്കി നടന്ന ചെറ്റയാണ് ശൗരി എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നു പോണ്. അവനീ കാരക്കാട്ട് സൈമൺ തരകൻ്റെ മകനാ. സൈമൺ തരകനെ തനിക്കറിയാമല്ലോ. അയാളുടെ വിത്ത് അയാളെക്കാളും മുറ്റാണെന്ന് കരുതിയാൽ മതി. പരസ്യമായ ആ രഹസ്യം അറിയാത്ത ചിലരും ആൻ്റപ്പൻ്റെ സംഘത്തിലുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി കാറിൽ കയറുമ്പോൾ പുന്നപ്രക്കാരൻ ആൽവിൻ ആൻ്റണി ആൻ്റപ്പനോട് ചോദിച്ചു. ആ SI പറഞ്ഞത് സത്യമാണോ അങ്കിളെ? ശൗരി സൈമൺ തരകൻ്റെ മോനാണോ? ആണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നു. ശരിയാണെന്ന് ആർക്കറിയാം? ശരി തന്നെയാ, ലോപ്പസ് കട്ടായം പറഞ്ഞു. 2 പേരെയും കൂടെ ഒന്നിച്ച് കണ്ട പ്രായവ്യത്യാസവും നിറവ്യത്യാസവും മാത്രമേ ഉള്ളൂ. സൈമൺ മുതലാളിയേക്കാൾ 2 ഇഞ്ച് പൊക്കം കൂടുതലവന്. അവൻ്റെ കൈയും കാലുമൊക്കെ കണ്ടിട്ടുണ്ടോ? കൂപ്പ് തേക്കിന് പണിത് ഉരുട്ടി മിനുക്കിയെടുത്ത മേശക്കാല് പോലെയാ. അത് വെച്ച് ഒരടി കിട്ടിയാൽ കിട്ടുന്നവൻ്റെ കാര്യം പോക്ക. അധികം പറയണ്ടല്ലോ. നമ്മുടെ പീറ്ററിൻ്റെ മോന്തയ്ക്ക് ഒറ്റ ഇടിയേ അവൻ ഇടിച്ചുള്ളൂ. പല്ലെത്രേ ഇളകിയത്? കാൽമുട്ടുകൊണ്ട് വാരിയലിനിടിച്ചെന്നല്ലേ പറഞ്ഞത്? വേറെ വല്ലതും ചെയ്തോ അവൻ? അടിയും തടയും പഠിച്ചവനവൻ, അത് ശരിയാ. പക്ഷേ 19 പേര് പത്തലുമായിട്ട് ചെന്നടിച്ച അവൻ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. 50 പേരോട് അടിച്ചു നേടാൻ അവൻ സിനിമാ സ്റ്റണ്ടുകാരനൊന്നുമല്ലല്ലോ, ആൻ്റപ്പൻ പറഞ്ഞു. അവരുടെ സംഘം മാരാരിക്കുളം സ്റ്റേഷനിലെത്തി. SIക്ക് നൽകിയ പരാതിയുടെ ഒരു കോപ്പി CIക്കും കൊടുത്തു. പരാതി വാങ്ങി നോക്കിയ ശേഷം CI ചോദിച്ചു. അടി കിട്ടിയ പീറ്റർ എന്നയാൾക്ക്, അതായത് നിങ്ങളുടെ മകന്, കുറ്റം ചെയ്ത ആളെ തിരിച്ചറിയാൻ കഴിയുമോ ഇല്ലയോ? ഉറപ്പായിട്ടും അറിയാൻ സാറേ, ഞാനല്ലേ പറയുന്നേ, ആൻ്റപ്പൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ പൊയ്ക്കോ. CI പറഞ്ഞു. സാറേ, കൊലപാതക ശ്രമത്തിന് കേസെടുക്കണം. അല്ലെങ്കിൽ അവൻ ഇനി ഇതുപോലെ തന്നെ ചെയ്യും. എൻ്റെയും എൻ്റെ മൂത്ത മകൻ്റെയും വാരിയിലെ ചവിട്ടി ഓടിക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോൾ ഭീഷണിപ്പെടുത്തി? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് പറഞ്ഞു. അതും പരാതിയിൽ എഴുതിയിട്ടുണ്ട്. ആർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടില്ലേ? CI തിരക്കി. ഓ സാറേ, പക്ഷേ ജോൺസൺ സാറിന് ഞങ്ങളോടെന്തോ ദേഷ്യമുള്ളതുപോലെയാ. ആൻ്റപ്പൻ ആവലാതിപ്പെട്ടു. നിങ്ങളോടെന്തിനു ദേഷ്യം? അറിയത്തില്ല സാറേ. സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അല്ലാതെ ഒന്നും നടക്കില്ല. തൻ്റെ മോളിപ്പോഴും ശൗരിയുടെ ചേട്ടൻ്റെ കൂടെയല്ലേ? എബ്രാഹിം മാത്യു ചോദിച്ചു. അതെ സാറേ, ശരിക്കു പറഞ്ഞാൽ അവൾക്ക് ചെലവിന് കൊടുക്കുന്നത് ഇപ്പം ശൗരിയല്ലേ? സാറേ, പുകഞ്ഞ കൊള്ളി പുറത്ത് വീടും വീട്ടുകാരെ ഉപേക്ഷിച്ച് കണ്ടവൻ്റെ കൂടെ പോയവളുടെ കാര്യം എനിക്കറിയണ്ട. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നിങ്ങൾ പോയിക്കോളൂ. ആൻ്റപ്പൻ പീറ്ററും സംഘവും മടങ്ങിപ്പോയ ഉടൻ CI ആർത്തിങ്കൽ സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ജോൺസണുമായി സംസാരിച്ചു. എടോ ആൻ്റപ്പൻ പീറ്റർ,
തനിക്കൊരു പരാതി തന്നിട്ട് താൻ അവഗണിച്ചെന്നും പറഞ്ഞ് അയാൾ ഇവിടെ വന്നല്ലോ. എന്താ സംഗതി? സർ, കംപ്ലൈൻറ്റ് ഇവിടെ ഉണ്ട്. അന്വേഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവമല്ലേടോ? അന്വേഷിച്ചില്ലേ ഇതുവരെ? ഇന്നാണ് സർ കംപ്ലൈൻറ്റ് തന്നത്. ചെല്ലിക്കടപ്പുറത്തുകാരൻ ശൗരി എന്നൊരാൾ ആൻ്റപ്പൻ്റെ മകനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്നാണല്ലോ പരാതി. ഇന്ന് തന്നെ അന്വേഷിക്കാം സർ. വൈകുന്നേരത്തിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം സർ. ലൈൻ ഡിസ്കണക്റ്റായി. ജോൺസൺ അപ്പോൾ തന്നെ 4 കോൺസ്റ്റബിൾമാരെയും വിളിച്ച് ജീപ്പിൽ കയറ്റി വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ ചെന്ന് ICUവിൽ കിടന്ന പീറ്ററിനെ കാണാൻ അനുമതി തേടി. ഡോക്ടറുടെ അനുമതിയോടെ SIയും ഒരു ഹെഡ് കോൺസ്റ്റബിളും മാത്രം ICUവിൽ കയറി പീറ്ററിനെ കണ്ടു. പീറ്ററിന് ശ്വാസമെടുക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അനങ്ങാൻ വയ്യ. കയ്യോ കാലോ അനങ്ങുമ്പോൾ നെഞ്ചിൻ കൂടി ഉലയും. കഠിനമായ വേദനയിൽ അയാൾ ഞരങ്ങും. പരസഹായമില്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ വയ്യ. മുഖത്തേറ്റ പരിക്കും വേദനയുള്ളതായിരുന്നു. അധികം ചോദ്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ആക്സിഡൻറ്റ് എങ്ങനെയുണ്ടായി? ആക്സിഡൻ്റ് അല്ല, കൊലപാതക ശ്രമമാ, പീറ്റർ ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു. ആര് കൊല്ലാൻ ശ്രമിച്ചു? ശൗരി. ശൗരിയെ തിരിച്ചറിഞ്ഞോ? എനിക്ക് കണ്ടാൽ അറിയാം. ശൗരി തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? എനിക്കറിയാം സർ. ശൗരി ധരിച്ചിരുന്ന വേഷം എന്തായിരുന്നു? അതൊന്നും ഓർക്കുന്നില്ല. ഒരു നീല ജാക്കറ്റ്, ഷർട്ടിനു മീതെ കണ്ട പോലെ തോന്നുന്നു. ശൗരി മുഖം മറച്ചിരുന്നോ? ഒരു കറുത്ത തൂവാല കൊണ്ട് മൂക്കും വായും മറച്ചിട്ടുണ്ടായിരുന്നു. ശൗരി നിങ്ങളെ കൊലപ്പെടുത്താൻ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചോ? ആയുധം ഉണ്ടായിരുന്നോ എന്നറിയില്ല. ശൗരി എന്തൊക്കെയാണ് ചെയ്തത്? മുഷ്ടി കൊണ്ട് മുഖത്തടിച്ചു, കാൽമുട്ടുകൊണ്ട് നെഞ്ചിലിടിച്ചു. അതിനുശേഷം ശൗരി എന്തു ചെയ്തു? എൻ്റെ ബോധം പോയി സാറേ. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കണ്ണു തുറക്കുമ്പോൾ നാട്ടുകാരുണ്ട് ചുറ്റിനും. അവരാ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്ത് കാറിലാ ശൗരി ഫോളോ ചെയ്തു വന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയുമോ? ബ്ലാക്ക് സ്കോർപിയോ. കാറിൻ്റെ നമ്പർ? അത് കാണാൻ പറ്റിയില്ല. ശരി. പീറ്ററിൻ്റെ മൊഴിയെടുത്ത ശേഷം ജോൺസൺ ചെല്ലിക്കടപ്പുറത്തേക്കാണ് പോയത്. റോഡരികിൽ ജീപ്പ് നിർത്തിയ ശേഷം ജോൺസൺ നേരെ ആഞ്ചലോസിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. ആഞ്ചലോസ് പതിവ് പോലെ വരാന്തയിലുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് ഭവ്യതയോടെ മാറി നിന്നു. ശൗര്യയില്ലേ ഇവിടെ? ജോൺസൺ ചോദിച്ചു. ആഞ്ചലോസ് മറുപടി പറയാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴേക്കും യാത്രയ്ക്കൊരുങ്ങിയ മട്ടിൽ ശൗര്യക്കുട്ടി ഇറങ്ങി വന്നു. ഞാനിവിടെ ഉണ്ട് സാറേ. സാറ് വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു, ശൗര്യക്കുട്ടി തിണ്ണയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പുറകെ എമിലിയും വന്നു. ശൗരി, നിന്റെ പേരിൽ? അറിയാം സാറേ, പരാതി കിട്ടിയിട്ടുണ്ട്. കൊലപാതക ശ്രമം. ആൻ്റപ്പൻ പീറ്ററിൻ്റെ മകൻ പീറ്റർ ആൻ്റണിയെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. സാറ് കുറ്റവാളിയെ പിടിക്കാൻ വന്നതല്ലേ? അപ്പോൾ നീ തന്നെയാണ് കുറ്റം ചെയ്തത് അല്ലേ? ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും സാർ എന്നെ പിടിച്ചോണ്ട് പോകുമല്ലോ അല്ലേ? അങ്ങനെയല്ലേ മോളീന്നുള്ള ഉത്തരവ്? ഞാൻ റെഡിയാ സാറേ, പോകാം. ശൗര്യക്കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ഇത്ര വേഗത്തിൽ, അതും ഒരു എതിർപ്പില്ലാതെ കീഴടങ്ങുമെന്ന് ജോൺസൺ വിചാരിച്ചിരുന്നതേയില്ല. ആർത്തുങ്കൽ സ്റ്റേഷനിലെത്തി. ശൗര്യക്കുട്ടി ആദ്യമേ തന്നെ ഇറങ്ങി. ജോൺസൺ ഇറങ്ങിയിട്ട് ചോദിച്ചു, നിനക്കെന്താ ലോക്കപ്പിലോട്ട് കയറാൻ ധൃതിയായോ? ഞാനെന്തിനാ സാറേ ലോക്കപ്പിൽ കയറുന്നേ? ഞാൻ കുറ്റം ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്തുവെന്ന് പീറ്റർ മൊഴി തന്നിട്ടുണ്ട്. നീയാണവൻ്റെ വാരിയിൽ ഒടിച്ചതെന്ന്, വലത് മുട്ടുകാലുകൊണ്ടാണ് ഇടിച്ചതെന്നും. അതൊക്കെ ഒരു ഊഹം വെച്ച് പറയുന്നതാ സാറേ. ശൗരി, നീ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാരിയിൽ ചവിട്ടി ഓടിക്കുമെന്ന്. നിന്റെ വെല്ലുമ്മച്ചിയോട് ചെയ്തതിൻ്റെ പ്രതികാരമായിട്ട് ചെയ്യുമെന്നാ പറഞ്ഞത്, ശരിയല്ലേ? ദേഷ്യം വരുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ പറഞ്ഞു പോകും സാറേ. പറയുക മാത്രമല്ലല്ലോ, നീ അതുപോലെ ചെയ്തല്ലോ. നീയാണത് ചെയ്തത് എന്ന കാര്യത്തിൽ അവർക്കോ എനിക്കോ യാതൊരു സംശയവുമില്ല. സാറേ, ചുമ്മാ പറഞ്ഞാൽ മതിയോ? തെളിവ് വേണ്ടേ? ലോക്കപ്പിൽ കയറ്റി നിന്നെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുമ്പോൾ താനേ ഉണ്ടാകും തെളിവ്. നീ കുറ്റം സമ്മതിക്കുകയും ചെയ്യും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ? കാരക്കാട്ട് സൈമൺ മുതലാളിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ സാറ് അയാളെ ലോക്കപ്പിലിട്ട് ഇടിക്കുമോ? നടക്കുന്ന കാര്യേ സാറ് പറയാവൂ. സൈമൺ മുതലാളിയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ എങ്ങനെ ചെയ്യും? നമ്മൾ തമ്മിൽ ഒരു രഹസ്യധാരണയുള്ള കാര്യം സാറ് മറന്നുകൊണ്ട് സംസാരിക്കല്ല്. അതായത്, ഞാൻ സാറിൻ്റെയും സാർ എൻ്റെയും ശത്രുവല്ല. സൈമൺ മുതലാളിയാണെങ്കിൽ എന്തു ചെയ്യും സാറ്? ബംഗ്ലാവിൽ പോയി പരാതിയുടെ കാര്യം അറിയിക്കും. അവിടെ ഇരുന്ന് സംഭവം ശരിയാണെന്ന് ചോദിക്കും. അപ്പോൾ സൈമൺ മുതലാളി പറയും പരാതി വ്യാജമാണെന്നും സൈമൺ മുതലാളി നിരപരാധിയാണെന്നും. സാർ അത് കേട്ട് സൈമൺ മുതലാളി തരുന്ന കിമ്പളവും വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു പോരും.
സൈമൺ മുതലാളിക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. പരാതിയിൽ കഴമ്പില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് എഴുതും. ഞാൻ ഈ പറഞ്ഞോണ്ട് വന്നത് എന്നോടും സാർ അങ്ങനെ തന്നെ മതീന്ന. അതിന് നീ ആരാ? ഞാനൊരു കൊച്ചു സൈമൺ മുതലാളിയെ സാറേ. ഒരു സൈമൺ മുതലാളിക്കെതിരെ വളർന്നു വരുന്ന വേറൊരു സൈമൺ മുതലാളി. ശൗര്യക്കുട്ടി ചിരിച്ചു. ജോൺസൺ കണ്ണ് ചിമ്മി. നിന്റെ ആഗ്രഹം കൊള്ളാം, പക്ഷേ ആയുസെത്തില്ല. കേറി വാ. ജോൺസൺ ശൗര്യയെ സ്റ്റേഷനിലുള്ളിലേക്ക് കൊണ്ടുപോയി. ശൗര്യക്കുട്ടിയെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് ജോൺസൺ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഫോൺ ചെയ്ത് ശൗര്യയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയിച്ചു. അവനെ ശരിക്ക് ചോദ്യം ചെയ്തിട്ട് എന്നെ വിളിക്ക്, CI നിർദ്ദേശിച്ചു. ജോൺസൺ ശൗര്യക്കെതിരെ കസേരയിലിരുന്നു. അപ്പോൾ പീറ്ററെ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് നീയല്ലെന്നാണോ നീ പറയുന്നത്? ജോൺസൺ ചോദിച്ചു. ഞാൻ ആ സമയത്ത് സിനിമ കാണുകയായിരുന്നു, ശൗര്യക്കുട്ടി പറഞ്ഞു. എവിടെ? ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ. പച്ചക്കള്ളമാ നീ പറയുന്നേ? അല്ല സാറേ, ദാ ഇത് കണ്ടോ. ശൗര്യക്കുട്ടി പോക്കറ്റിൽ നിന്ന് ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ ഇന്നലെ പ്രദർശിപ്പിച്ച സിനിമയുടെ ഫസ്റ്റ് ഷോ ടിക്കറ്റ് എടുത്തു കാണിച്ചു. ജോൺസൺ കൈ നീട്ടിയപ്പോൾ അവൻ ടിക്കറ്റ് വിട്ടുകൊടുത്തു. ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ. സാറിൻ്റെ കയ്യിലിരിക്കണ്ട, എൻ്റെ കയ്യിലിരുന്നാൽ മതി. സാറ് വേണമെങ്കിൽ മൊബൈലിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചോ, ശൗര്യക്കുട്ടി പറഞ്ഞു. തൊണ്ടി സാധനങ്ങളും തെളിവുകളുമൊക്കെ പോലീസാ സൂക്ഷിക്കേണ്ടത്. സാറേ, കേസ് വരുമ്പോൾ ഇതൊക്കെ കാണാതെ പോകും. കോടതി ചോദിക്കുമ്പോൾ ഞാൻ വാ പൊളിച്ച് നിൽക്കേണ്ടി വരും. ജോൺസൺ സിനിമാ ടിക്കറ്റ് മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ ഫോട്ടോ മൊബൈലിലെടുത്തു. എന്നിട്ട് കോൾ തിരിച്ചു കൊടുത്തു. ഇതൊന്നും ഒരു തെളിവല്ല, SI പറഞ്ഞു. എന്തുകൊണ്ട് സാറേ അല്ലാത്തത്? സാറിന് ഞാൻ കണ്ട സിനിമയുടെ കഥ കേൾക്കണോ? പറയാം. ആരൊക്കെയാ നടിച്ചതെന്ന് പറയണോ? പറയാം. ഏതു വരിയിൽ ഏത് സീറ്റിലായിരുന്നതെന്ന് പറയണം. ശൗരി, നീ പൈസ കൊടുത്ത് വേറൊരുത്തിനെ സിനിമ കാണാൻ ഇരുത്തിയാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അവൻ വന്ന് നിന്നോടൊക്കെ പറഞ്ഞാൽ മതിയല്ലോ സിനിമയുടെ കഥ. അതല്ലെങ്കിൽ നീ ഒരു ദിവസം മുമ്പേ അതേ സിനിമ തന്നെ കണ്ടിരുന്നാൽ മതിയല്ലോ, ജോൺസൺ ബുദ്ധിപൂർവ്വം പറഞ്ഞു. സാർ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം സാറേ. അതുകൊണ്ട് ഞാൻ തിയേറ്ററിലിരുന്ന് എൻ്റെ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തിരുന്ന് സിനിമ കണ്ടവർ, കുറച്ച് മാറിയിരുന്നവർ, സ്ക്രീനിലെ കഥ, ചുറ്റുമിരുന്ന് സിനിമ കണ്ടവരുടെ പടങ്ങൾ എല്ലാം ഉണ്ട് സാർ, നോക്കണം. ശൗര്യക്കുട്ടി മൊബൈലിൽ ഉണ്ടായിരുന്ന ഫോട്ടോകളും വീഡിയോകളും ജോൺസനെ കാണിച്ചു. സാറേ, എൻ്റെ ഫോണിൽ നിന്ന് എടുത്തതാ ഇതെല്ലാം. തിയേറ്ററിൽ വെച്ച് സാറിന് സംശയമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് നോക്കണം. ജോൺസൺ ഫോൺ വാങ്ങി നോക്കി. എല്ലാം കൃത്യമാണ്. എന്നിട്ടും ജോൺസൺ തർക്കത്തിന് മുതിർന്നു. നിന്റെ ഫോൺ മറ്റാർക്കെങ്കിലും കൊടുത്ത് സിനിമ കാണാൻ വിട്ടാലും ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? അത് നല്ല ബുദ്ധിയാ. പക്ഷേ തിയേറ്ററിനകത്തിരുന്നുകൊണ്ട് ഞാനെടുത്ത സെൽഫിയുണ്ട് സാറേ, അത് ഞാൻ കാണിച്ചു തരാം. ശൗര്യക്കുട്ടി സെൽഫി വീഡിയോ കൂടി കാട്ടിക്കൊടുത്തു. ഞാനൊരു കാറിലാ സിനിമ കാണാൻ പോയത്. ആ കാറ് ഞാൻ ഇറക്കിയത് സിനിമ കഴിഞ്ഞ ശേഷമാ. അല്ലെങ്കിൽ സാറ് തിയേറ്ററിൽ ചെന്ന് ചോദിക്കണം. നിന്റെ കാർ ഏതായിരുന്നു? മാരുതിയുടെ സ്വിഫ്റ്റ്. ഒരു ബ്ലാക്ക് സ്കോർപിയോ ആണല്ലോ പീറ്ററിനെ ആക്രമിക്കാൻ ചെന്നത്. കണ്ടോ? അപ്പം തന്നെ അറിയരുതോ ഞാനല്ല പീറ്ററിൻ്റെ എല്ലൊടിച്ചതെന്ന്? അതുമാത്രം നീ പറയണ്ട. നീ ആ നേരത്തെ അമേരിക്കയിലായിരുന്നെന്ന് തെളിയിച്ചാൽ പോലും എനിക്കുറപ്പാ നീ അത് ചെയ്തതെന്ന്. സാർ അങ്ങനെ വിശ്വസിച്ചോ? പക്ഷേങ്കിൽ സാറിൻ്റെ മനസ്സിലേ അതിരിക്കാവൂ. നമുക്ക് തെളിവും സാക്ഷികളുമല്ലേ വേണ്ടത്. പീറ്ററിൻ്റെ ചേട്ടനൊരുത്തനുണ്ടല്ലോ, അവൻ്റെ വാരിയലിൻ്റെ കാര്യം എങ്ങനെയാ? അത് ഒടിയോ? സാറേ, അവനെ എൻ്റെ വെല്ലുമിച്ചയുടെ നെഞ്ചത്ത് ചവിട്ടിയത് അവനോട് ദൈവം ചോദിക്കാതിരിക്കുവോ? ആരാ ശൗരി ഈ പകരം വീട്ടുന്ന ദൈവം? SI അവൻ്റെ കണ്ണിലേക്ക് തറപ്പിച്ചു നോക്കി. നേരിട്ടല്ലല്ലോ ദൈവം ശിക്ഷിക്കണത്. അതിനായിട്ട് ഓരോരുത്തരെ കണ്ടുവച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ദൈവം ആ ജോലി അവരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ശരി, നീ കുറച്ചു നേരം പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്. നിന്റെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ CIയുമായിട്ട് സംസാരിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ സാറേ. ശൗരി എഴുന്നേറ്റ് സ്റ്റേഷൻ്റെ മുന്നിലെ വരാന്തയിൽ വന്നു നിന്നു. നീ എന്താടാ ഇവിടെ? അവിടെ കണ്ട ഒരു പോലീസുകാരൻ ശൗരിയോട് കയർത്തു. SI പറഞ്ഞു ഇവിടെ നിൽക്കാൻ. അങ്ങോട്ട് മാറി നിൽക്ക്. പോലീസുകാരൻ ഒഴിഞ്ഞ മൂല ചൂണ്ടിക്കാട്ടി. ഓ, അതിനെന്താ? ശൗരി ഒഴിഞ്ഞു നിന്നു. അകത്ത് ജോൺസണും എബ്രാഹാം മാത്യുവും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. സർ, അവൻ തന്നെയാ ചെയ്തത് ഉറപ്പാണ്, ജോൺസൺ പറഞ്ഞു. അവൻ കുറ്റം സമ്മതിച്ചോ? ഇല്ല. അത് സമ്മതിപ്പിക്കാനല്ലേ തന്നെ ഏൽപ്പിച്ചത്? സാറേ, തെളിവില്ല, അതാണ് പ്രശ്നം. എടോ, ആക്രമിക്കപ്പെട്ട പീറ്ററിൻ്റെ മൊഴിയല്ലേ ശൗരിയാണ് ആക്രമിച്ചതെന്ന്? പക്ഷേ ശൗരി പറയുന്നത് ആ സമയം ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ സിനിമ കാണുകയായിരുന്നെന്ന്. സിനിമ ടിക്കറ്റ് കാണിച്ചു. അപ്പോഴെടുത്ത സെൽഫിയും വീഡിയോയും കാണിച്ചു. തൊട്ടടുത്തിരുന്നവരെ പോലും ഫോട്ടോയിൽ കാണിച്ചു.
അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ അവനാണ് ചെയ്തതെന്ന്. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ കയറി സെൽഫിയും വീഡിയോയും എടുക്കേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? സാറേ, ആ സമയം അവൻ തിയേറ്ററിലാണെന്നുള്ള തെളിവ് അവൻ്റെ കയ്യിലിരിക്കുക. സാധാരണക്കാരനായിരുന്നെങ്കിൽ കള്ളനായിൻ്റെ മോനെ എടുത്ത് ലോക്കപ്പിലിട്ട് പൂശായിരുന്നു. ഇതിപ്പോൾ അവൻ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്കറിയില്ലല്ലോ. അതാണ് സാറേ പ്രശ്നം. ഡിപ്പാർട്ട്മെൻറ്റിന് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നമുക്കിട്ട് അവൻ പണിയും. ഭയങ്കര പകയാണ് സാർ അവന്. അവനെ വളരാൻ വിട്ടാലും അപകടമാണല്ലോ ജോൺസൺ. നമുക്ക് കൊല്ലാനൊന്നും അധികാരമില്ലല്ലോ. കേസെടുത്ത് ചാർജ് എഴുതി പ്രതിയാക്കി വിടാം. എന്തായാലും അവനധികം ആയുസില്ല. സൈമൺ തരകനെ പോലുള്ള മുതലാളിമാർ തന്നെ അവൻ്റെ കഥ കഴിച്ചോളും. ഇപ്പോൾ അവനെ സ്റ്റേഷനിൽ നിന്ന് വിടണ്ട. രാത്രി വരെ അവിടെ നിൽക്കട്ടെ. ഞാൻ വിളിച്ചു പറയാം. സാർ. ഓക്കേ ഡോ. മറുവശത്ത് എബ്രാഹിം മാത്യു ഫോൺ വെച്ചു. ജോൺസൺ വീണ്ടും ശൗര്യക്കുട്ടിയെ വിളിപ്പിച്ചു. എടാ, നിന്നെ ലോക്കപ്പിലിടാനാ CI വിളിച്ചു പറഞ്ഞത്. ഞാൻ റെഡിയാണല്ലോ. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. നീ തൽക്കാലം ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്ക്. നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ട് CI വിളിക്കും. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാം. അത് വേണ്ട. മൂപ്പർക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല. അത് പിന്നെ സാറിനും അങ്ങനെ തന്നെ ആണല്ലോ. ശൗര്യക്കുട്ടി കൂസൽ എന്നെ പറഞ്ഞു. ശരി, നീ പുറത്തോട്ടിറങ്ങി നിൽക്ക്. സൈമൺ മുതലാളിയാണെങ്കിൽ സാറിങ്ങനെ പറയുമോ? കസാര ഇട്ട് കൊടുക്കും. നീ സൈമൺ മുതലാളിയല്ലല്ലോ. ആകും സാറേ, ആകും. അന്നേരം കസേരയിട്ട് തരണേ. ശൗര്യക്കുട്ടി SIയുടെ ഓഫീസ് വിട്ട് പുറത്തേക്കിറങ്ങി. എബ്രാഹിം മാത്യുവിൻ്റെ ഓഫീസ് റൂമിൽ ആൻ്റപ്പൻ പീറ്ററും ജോമോൻ പീറ്ററും പ്രബലരായ ചില ബന്ധുജനങ്ങളും ഒരു വാക്കിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാ പറയുന്നേ. ആ നേരത്ത് ആലപ്പുഴ പങ്കജ് തിയേറ്ററിലിരുന്ന് സിനിമ കാണുകയായിരുന്നെന്ന്. അതിൻ്റെ തെളിവും അവൻ്റെ കയ്യിലുണ്ട്. സിനിമ ടിക്കറ്റൊക്കെ ഒരു തെളിവാണോ സാറേ? ആൻ്റപ്പൻ പറഞ്ഞു. അവൻ തിയേറ്ററിലിരുന്ന് പടം കാണുന്ന വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട്. അതൊക്കെ മുമ്പെടുത്തതായിരിക്കും. വീഡിയോയിലുണ്ടല്ലോ എടുത്ത ഡേയും ഡേറ്റും ടൈമും. അതവൻ ജോൺസനെ കാണിച്ചു. സാറേ, അവൻ എന്തൊക്കെ കാണിച്ചാലും ശരി, ആക്രമിച്ചത് അവനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എൻ്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നുകൊണ്ട് അവൻ പറഞ്ഞതാ എൻ്റെയും മക്കളുടെയും വാരിയല്ല ചവിട്ടി ഓടിക്കുമെന്ന്. ചെയ്തത് അവൻ തന്നെ. അക്കാര്യത്തിൽ പോലീസിനും സംശയമില്ല. എങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് പൂശേണ്ടേ സാറേ? അപ്പോൾ അവനും സമ്മതിക്കും ചെയ്തതാണെന്ന്. മൊബൈലിൽ എങ്ങനെയാണ് വീഡിയോ പിടിച്ചതെന്നുള്ള സത്യം അറിയാനും പറ്റും. സാറ് വിചാരിച്ച തത്ത പറയുന്ന പോലെ പറയിക്കാലോ. ആൻ്റപ്പൻ പീറ്റർ പറഞ്ഞു. പഴയ കാലമൊന്നുമല്ല. ഇപ്പോൾ പോലീസിന് തോന്നിയ പോലെ ഓരോരുത്തരെ പിടിച്ചിടിക്കാനൊന്നും പറ്റില്ല. അവർ തിയേറ്ററിലാണെന്ന തെളിവ് കാണിച്ചിട്ടും പിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്ത് ന്യായം പറയും? എബ്രാഹിം മാത്യു ചോദിച്ചു. ചുരുക്കി പറഞ്ഞ അവനെ തൊടാൻ പറ്റില്ല അല്ലേ സാറേ? ഒഫീഷ്യലായിട്ടല്ലാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾക്ക് ഒരടി കിട്ടിയ അത് തിരിച്ചു കൊടുക്കാൻ അറിഞ്ഞുകൂടെ? ഒന്നുമല്ലെങ്കിലും നിങ്ങൾ ഇത്ര ആൾക്കാരില്ലേ? കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല സാറേ, കൊടുക്കും, ഉറപ്പായിട്ടും കൊടുക്കും. ഇപ്പോഴാണെങ്കിൽ അവൻ ആർത്തങ്കൽ സ്റ്റേഷനിലുണ്ട്. ജോൺസനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരെ വിടണ്ടാന്ന്. രാത്രി 9 മണിക്ക് അവൻ സ്റ്റേഷനിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തോട്ടിറങ്ങി വരുന്നു. അവന് ചെല്ലിക്കടപ്പുറം വരെ 4 കിലോമീറ്റർ ഉണ്ട് ദൂരം. അത്രയും ദൂരം അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സമയം രാത്രി 9 മണി. എബ്രാഹിം മാത്യു പറഞ്ഞു നിർത്തി. ജോമോൻ തൻ്റെ അമ്മാച്ചന്മാരെയും അവരുടെ എന്തിനും പോന്ന മക്കളെയും നോക്കി. നോട്ടങ്ങളെല്ലാം അർത്ഥഗർഭമായിരുന്നു. സാറേ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ആൻ്റപ്പൻ പീറ്റർ പറഞ്ഞു. എബ്രാഹിം മാത്യു തലയാട്ടി. ആൻ്റപ്പനും സംഘവും പോയി കഴിഞ്ഞപ്പോൾ ശശിധരൻ വിനയാന്വിതനായി ചോദിച്ചു. സാറേ, അവന്മാർ ചിലപ്പോൾ പൂശിക്കളയും. എന്തെങ്കിലും ചെയ്യട്ടെടോ. അവൻ തടിമിടുക്കോടെ ഇരുന്ന നമുക്ക് ജോലിയാ. അവന് പലരോടും കണക്ക് തീർക്കാനുണ്ട്. അത് ഓരോന്നും ഓരോ കേസായിട്ട് വരും. നമുക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഒരുത്തൻ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ഇതങ്ങനെയല്ലല്ലോ. ഒരു 25 കേസെങ്കിലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഉറപ്പാടോ? ശശിധരന് കാര്യം മനസ്സിലായി. ആൻ്റപ്പൻ പീറ്ററും സംഘവും വീട്ടിലെത്തി. വൈകുന്നേരമായപ്പോഴേക്കും പ്രത്യേകമായി വിളിച്ചു വരുത്തപ്പെട്ട ചിലർ കൂടി എത്തിച്ചേർന്നു. 10 ലക്ഷം രൂപ വരെ ഞാൻ ആ തന്തയ്ക്ക് ഇറക്കാത്തവന് വേണ്ടി ചെലവാക്കും. ഞാനത് വേറൊരു അക്കൗണ്ടിലോട്ട് വക മാറ്റി ഇടാൻ പോകുക. ആൻ്റപ്പൻ തൻ്റെ ബന്ധുക്കളോട് പറഞ്ഞു. ഇത് വലിയ ഭീകരവാദികളുടെ തലയ്ക്ക് അമേരിക്ക ഇടുന്നതിനേക്കാളും വലിയ തുകയാണല്ലോ. ഒരാൾ തമാശ മട്ടിൽ പറഞ്ഞു. എനിക്കവൻ ലോക ഭീകരനാ, ആൻ്റപ്പൻ വീറോടെ പറഞ്ഞു. നമുക്ക് വഴിയുണ്ടാക്കാം അങ്കിളെ, അനന്തരവന്മാരിൽ ഒരാൾ ധൈര്യപൂർവ്വം പറഞ്ഞു.
എനിക്ക് അവൻ്റെ ശവം അടക്ക് കൂടിയെങ്കിലേ ഇനി ഉറക്കം വരത്തുള്ളൂ. ആൻ്റപ്പൻ തൻ്റെ അഭിലാഷം വെളിപ്പെടുത്തി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏകനായി പുറത്തു വരുന്ന ശൗര്യയെ എങ്ങനെയാണ് വകവരുത്തേണ്ടതെന്ന ചർച്ച പല വഴികളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഒരാൾ ശൗര്യക്കെതിരെ ചെന്ന് മാളിയേക്കലെ വീട് എവിടെയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ തീപ്പെട്ടിയോ ലൈറ്ററോ ചോദിക്കുക, അതുമല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റുമായി മുന്നിൽ ചെല്ലുക. ഇങ്ങനെ ശൗര്യയുടെ ശ്രദ്ധ തിരിക്കാൻ പല ഉപായങ്ങൾ. അതേസമയം തന്നെ വഴിപോക്കരായി ചിലർ സമീപത്ത് കൂടി നീങ്ങുന്നുണ്ടാവണം. അവരുടെ കയ്യിൽ കല്ലും കമ്പിവടിയും കഠാരയും ഉണ്ടാവണം. 3 പേർ ആസിഡ് ബൾബ് കരുതണം. തെക്ക് നിന്നും വടക്ക് നിന്നും പാഞ്ഞെത്തി ശൗര്യയെ ഇടിച്ചു തെറിപ്പിക്കാൻ പാകത്തിൽ ഒരു പിക്കപ്പ് വാനും ഒരു ജീപ്പും. അവൻ്റെ പ്രത്യാക്രമണം തടയാൻ വേണ്ടി ആദ്യം തന്നെ വലയിട്ട് മൂടി കൊടുക്കാൻ 3 പേരും വലകളും. എല്ലാം കൂടി 21 പേർ. ആയുധങ്ങൾ, വാഹനങ്ങൾ, കേസ് വന്നാൽ ഊരിപ്പോരാനുള്ള ഒഴിവുകൾ. 7 മണിയോടെ പ്ലാൻ പൂർത്തിയായി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് റോഡ് പോകുന്ന എല്ലാ ദിശകളിലും ആളുകളെ വിന്യസിച്ചു. 8:30 മണി കഴിഞ്ഞപ്പോൾ ജോൺസന് എബ്രാഹിം മാത്യുവിൻ്റെ നിർദ്ദേശം കിട്ടി. എഴുതി ഒപ്പുവെപ്പിച്ചിട്ട് ശൗര്യയെ വിട്ടേക്ക്, വെച്ചോണ്ടിരിക്കണ്ട. കൊണ്ടുവിടണോ സാറേ? ജോൺസൺ ചോദിച്ചു. വേണ്ട, കൊണ്ടുവിടാൻ അവൻ ആരാ? MLA-യോ? സാർ, വിട്ടേക്ക്, പോട്ടെ. ശരി സാർ. ജോൺസൺ സ്റ്റേഷൻ വരാന്തയിൽ തൂണും ചാരിയിരുന്ന ശൗര്യയെ വിളിപ്പിച്ചു. നിന്നെ വിട്ടേക്കാൻ പറഞ്ഞു CI. ലോക്കപ്പിലിട്ട് രാത്രി ചട്ടം പഠിപ്പിക്കുന്നില്ലേ? ചട്ടം പഠിപ്പിക്കാൻ നീ എന്താ ആനയാണോ? ആണ് സാറേ, ഒറ്റയാൻ. സ്റ്റേഷൻ രജിസ്റ്ററിൽ റൈറ്റർ തൊട്ടു കാണിച്ച സ്ഥലത്ത് പഴയ 4-ാം ക്ലാസിൻ്റെ അക്ഷരവടിവിൽ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് വിട്ടയച്ചതിനാൽ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും പോലീസ് വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ എത്തിക്കൊള്ളാമെന്നും എഴുതി ഒപ്പുചാർത്തി. അതിനുശേഷം ശൗര്യക്കുട്ടി സ്റ്റേഷൻ മുറ്റത്തേക്ക് ഇറങ്ങി. ജയമോൻ ടീ ഷോപ്പിന് മുന്നിൽ ജോമോൻ പീറ്ററോടൊപ്പം 7 പേർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ആർത്തങ്കൽ ബീച്ചിലേക്ക് തിരിഞ്ഞാൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. മാവേലി സ്റ്റോറിൻ്റെ ഭാഗത്തുള്ള പൂക്കവലയിലും ഒരു സംഘം ഉണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ആർത്തങ്കൽ കുരിശടി റോഡിലേക്ക് ഇറങ്ങി. ശൗര്യക്കുട്ടി ആർത്തങ്കൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മാരാരിക്കുളം സ്റ്റേഷനിൽ നിന്ന് എബ്രാഹിം മാത്യു ജോൺസനെ വിളിച്ചു. അവനെ വിട്ടോ? സർ, ഇപ്പോൾ റോഡിലോട്ടിറങ്ങി. തിരിച്ചു വിളിക്കണോ സർ? വേണ്ട, വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാ. പിന്നൊരു കാര്യം, ചിലപ്പോൾ ആൻ്റപ്പൻ്റെ ആളുകൾ അവനൊരു തിരിച്ചടി കൊടുത്തേക്കും. അങ്ങനെ വല്ലതും കേട്ടാൽ ഉടനെ ചാടി പുറപ്പെടണ്ട. മനസ്സിലായോ? മനസ്സിലായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ. പോലീസിന് അത്രയും ജോലി കുറഞ്ഞു കിട്ടും. സർ, ശരി. കാര്യം മനസ്സിലായല്ലോ? സർ, വയ്ക്കുക. കോൾ കട്ടായി. SI ജോൺസൺ എഴുന്നേറ്റ് സ്റ്റേഷൻ വരാന്തയിലേക്ക് വന്നു. ശൗര്യ അപ്പോഴും റോഡിൽ നിൽപ്പുണ്ടായിരുന്നു. ശൗര്യ എന്തുകൊണ്ടാണ് പോകാത്തതെന്ന് ജോൺസൺ ആലോചിച്ചു. ഒരുപക്ഷെ ഏതെങ്കിലും വാഹനം വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. കുരിശടി റോഡിൻ്റെ 2 അറ്റങ്ങളിലും കാത്തുനിന്നവർ ഇതിനിടയിൽ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറുന്നുണ്ടായിരുന്നു. അവൻ റോഡിലിറങ്ങി നിൽപ്പുണ്ട്. ഏതെങ്കിലും വണ്ടി വരാൻ കാത്തു നിൽക്കുവാണെന്ന് തോന്നുന്നു. ജയമോൻ ടീ ഷോപ്പിന് മുന്നിൽ നിന്ന സംഘത്തിൽ നിന്ന് മെയിൻ റോഡ് ഭാഗത്ത് നിന്നവരുടെ ഫോണിലേക്ക് മൊബൈൽ മെസ്സേജ് അയച്ചു. കുരിശടി റോഡിലോട്ട് വണ്ടിയൊന്നും കടത്തിവിടാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പള്ളിയുടെ ഭാഗത്തെ ജംഗ്ഷനിൽ കാത്തുനിന്നവർ അറിയിച്ചു. കുരിശടി റോഡിൽ ഒരു കാർ വിലങ്ങി തൽക്കാലം വഴിയടച്ചു. ശൗരി 2 ഭാഗത്തേക്ക് നോക്കിയ ശേഷം കുരിശടി റോഡിലൂടെ പടിഞ്ഞാട്ടേക്ക് നടന്നു. അവൻ കടപ്പുറത്തേക്കാണ് പോകുന്നത്. എല്ലാവരും ഇങ്ങോട്ട് വാ. ജോമോൻ ഫോണിലൂടെ മറുവശത്തുള്ള സംഘത്തോട് നിർദ്ദേശിച്ചു. ജോമോനും സംഘവും റോഡരികിൽ പലയിടങ്ങളിലായി ചിതറി നടന്നു. ആയുധങ്ങൾ പെട്ടെന്നെടുക്കാൻ പാകത്തിലാണെന്ന് ഉറപ്പാക്കി. ശൗര്യക്കുട്ടി ജയമോൻ ടീ ഷോപ്പിന് മുന്നിലെത്തിയപ്പോൾ റോഡരികിൽ നിന്ന ഒരാൾ തീപ്പെട്ടിയുണ്ടോ എന്ന് തിരക്കി. ശൗര്യക്കുട്ടി കൈ വീശി ഒറ്റയടി അടിച്ചു. തീപ്പെട്ടി ചോദിച്ചവൻ കണ്ണിൽ ഇരുട്ട് കയറി തല ചുറ്റി താഴെ വീണുപോയി. മറ്റുള്ളവർക്ക് ശൗര്യക്കുട്ടിയെ വളയാൻ അവസരം കിട്ടും മുമ്പേ ശൗര്യക്കുട്ടി അടി തുടങ്ങി. ശൗര്യയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ സംഘം ചേരാതെ റോഡിൽ പല അകലങ്ങളിലായാണ് നിലയുറപ്പിച്ചിരുന്നത്. ഒരാൾ ശൗര്യയോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അവനെ വലയം ചെയ്യാം എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ മറ്റുള്ളവർക്ക് അടുക്കാൻ കഴിയും മുമ്പേ കണ്ണിൽ കണ്ടവരെയെല്ലാം ശൗര്യക്കുട്ടി അടിച്ചു വീഴ്ത്തി. ഒരാൾ യാതൊരു പ്രകോപനവുമില്ലാതെ റോഡിലൂടെ നടന്നുപോയ ചിലരെയൊക്കെ ആക്രമിക്കുന്നതായിട്ടേ കാഴ്ചക്കാർക്ക് തോന്നുമായിരുന്നുള്ളൂ. ഒടുവിൽ ജോമോൻ പീറ്ററും വീണു.
കുരിശടി റോഡിലൂടെ 2 ജീപ്പും കാറും പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ശൗര്യക്കുട്ടി ജോമോൻ പീറ്ററുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിലത്ത് നിന്ന് പൊക്കി പാഞ്ഞു വരുന്ന ജീപ്പിന് അഭിമുഖമായി നിർത്തി. ജോമോന്റെ കയ്യിൽ നിന്ന് വീണ് കിടന്ന കഠാരയെടുത്ത് ജോമോന്റെ കഴുത്തിന് കീഴെ മുനയൂന്നി നിന്നു. മുൻപിൽ വന്ന ജീപ്പ് സഡൻ ബ്രേക്കിട്ടു. തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന ജീപ്പ് മറ്റേ ജീപ്പിന്റെ പുറകിലിടിച്ച് പിൻസീറ്റിൽ ഇരുന്നവർക്ക് പരിക്ക് പറ്റി. ഇടിച്ച ജീപ്പിന്റെ മുൻസീറ്റിലുണ്ടായിരുന്നവർക്കും പരിക്കേറ്റു. മുന്നിലെ ജീപ്പിന്റെ പിന്നിലെ ഫുട്ബോർഡിൽ നിന്നിരുന്ന 3 പേരുടെ കാലുകൾ ഒടിഞ്ഞു. ഇടിയുടെ ശബ്ദത്തിലും നിലവിളിയിലും പതറിപ്പോയ കാർ സഡൻ ബ്രേക്ക് ഇടാൻ ശ്രമിച്ചെങ്കിലും അതും മുന്നിലെ ജീപ്പിന്റെ പുറകിലിടിച്ചാണ് നിന്നത്. 3 വാഹനങ്ങളിലും പരിക്കേൽക്കാത്തവരായി ഉണ്ടായിരുന്നവരെല്ലാം ചാടിയിറങ്ങി ശൗര്യക്കുട്ടിയുടെ നേരെ ചെന്നു. ശൗര്യക്കുട്ടി കഠാര അവരുടെ നേർക്ക് നീട്ടിക്കൊണ്ടലറി, ഒരൊറ്റ എണ്ണം അടുക്കരുത്. ഇവന്റെ ജീവൻ ഞാൻ ഈ കത്തിമുനയിൽ തോണ്ടിയെടുക്കും. ശൗര്യ കത്തിമുന ജോമോൻ പീറ്ററുടെ കഴുത്തിൽ തന്നെ ഊന്നി. ശൗര്യക്കുട്ടിയെ ആക്രമിക്കാൻ ചെന്നവർ പതറി നിന്നുപോയി. ഒരുത്തനെ തല്ലാൻ എത്ര പേരാടാ? 25ഓ 30ഓ? കൊള്ളാവുന്നവരാണെങ്കിൽ 2 പേര് പോരടോ. ആൻ്റപ്പൻ പീറ്റർ നെറ്റിയിലെ ചോര തുടച്ചുകൊണ്ട് തൻ്റെ ആൾക്കാരുടെ മുന്നിലേക്ക് വന്നു. അവനെ വിടാനാ പറഞ്ഞത്. ആൻ്റപ്പൻ പീറ്റർ ആക്രോശിച്ചു. നീ എന്താടാ നായിൻ്റെ മോനെ വിചാരിച്ചത്? പോത്തിനെയും കാളയും കശാപ്പ് ചെയ്യണ മാതിരി ശൗര്യയുടെ കഥ കഴിക്കാന്നോ? നിനക്ക് ഈ മൊണ്ണകളെയല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ? ശൗര്യയെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നറിയാതെ ആൻ്റപ്പൻ്റെ ആളുകൾ പരസ്പരം നോക്കി. ശൗര്യ ജോമോനെയും കൊണ്ട് കടപ്പുറത്തേക്ക് നടന്നു. ജോമോൻ കുതറിയപ്പോൾ ശൗര്യ ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് എൻ്റെ കൂടെ നടന്നാ നിനക്ക് ജീവനോടിരിക്കാം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ മീൻ വരേണ മാതിരി വരയും. ജോമോന് നല്ല പേടിയുണ്ടായിരുന്നു. ശൗരി അയാളുടെ കഴുത്തിൽ കൈയിട്ടാണ് നടപ്പ്. പക്ഷേ ആ കൈ ഉരുക്ക് കമ്പി പോലെ കഴുത്തിൽ മുറുകിയാണ് ഇരിക്കുന്നത്. ആൻ്റപ്പൻ പീറ്ററും 10-12 പേരടങ്ങുന്ന സംഘവും കയ്യിൽ കല്ലും പത്തലും ആയുധങ്ങളുമായി ശൗര്യയെ പിന്തുടർന്ന് ചെല്ലുന്നുണ്ടായിരുന്നു. ജോമോൻ എപ്പോഴെങ്കിലും ശൗര്യയുടെ പിടിവിടുവിച്ച് ഓടി മാറിയാൽ അടുത്ത നിമിഷം ശൗര്യയെ എറിഞ്ഞു വീഴ്ത്തണം. വളഞ്ഞ പത്തലിന് തല്ലി നടുവൊടിക്കണം. അവൻ എങ്ങോട്ടായി പോണത്? ആൻ്റപ്പൻ്റെ പെങ്ങളുടെ മകൻ ആൻഡ്രൂസ് ആരോടൊന്നില്ലാതെ ചോദിച്ചു. നേരെ കുരിശടിയിലോട്ടാണല്ലോ. എവിടെയെങ്കിലും ചെന്നിട്ട് അവൻ നിൽക്കുമല്ലോ, മറ്റൊരാൾ പകയോടെ പറഞ്ഞു. അത് ശരിയാ, വേറൊരുവൻ ശരിവെച്ചു. കുരിശടിക്കപ്പുറം വിസ്തൃതമായ അർത്തുങ്കൽ കടപ്പുറവും അതിനപ്പുറം കടലുമാണ്. കുരിശടിയും കഴിഞ്ഞ് ശൗരി പിന്നെയും മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ ആൻ്റപ്പൻ്റെ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് ജോൺസണും പോലീസുകാരും കുരിശടി റോഡിലെത്തി. സാറേ, ശൗര്യയെ കൊല്ലാൻ വേണ്ടി ഒരാൾക്കൂട്ടം അവൻ്റെ പുറകെ കുരിശടിക്ക് പോയിട്ടുണ്ട്, ഒരാൾ പറഞ്ഞു. ഇത്തവണ ശൗര്യയുടെ അന്ത്യമെന്ന് തന്നെ ജോൺസൺ കരുതി. അയാൾ മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് വിളിച്ച് എബ്രാഹാം മാത്യുവിനെ വിവരങ്ങൾ ധരിപ്പിച്ചു. സാറേ, ആൻ്റപ്പൻ പീറ്ററുടെ ആളുകൾ ശൗര്യയുമായി അടിപിടി നടത്തിക്കൊണ്ടിരിക്കുക. ലോക്കൽ പോലീസ് എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് ചെല്ലടോ. ആൻ്റപ്പൻ ഇപ്പോൾ ഫോൺ ചെയ്തതേയുള്ളൂ. അയാളുടെ ഒരു മകനെ ആ ശൗരി കത്തിമുനയിൽ നിർത്തിയിരിക്കുകയാണ് സാർ. അവർ അടിച്ചു തീർക്കട്ടെ എന്ന് സാർ പറഞ്ഞതുകൊണ്ടാണ്. അതിൻ്റെ സമയം കഴിഞ്ഞു. ജോൺസൺ ഉടൻ ഫോൺ വെച്ചിട്ട് ജീപ്പിൽ ചെന്ന് കയറി. കൊണ്ടുപോകാവുന്നത്ര പോലീസുകാരെയും ജീപ്പിൽ കയറ്റി. ഹെഡ്ലൈറ്റുകൾ ഇട്ട് ജീപ്പ് കുരിശടിയിലേക്ക് പാഞ്ഞു. ജയ്മോൻ ടീ ഷോപ്പിനപ്പുറം ചെന്നപ്പോൾ തമ്മിൽ ഇടിച്ചു കിടക്കുന്ന ജീപ്പുകളും കാറുകളും കണ്ട് ജീപ്പ് നിർത്തി. കൂട്ടിയിടിയിൽ പരിക്കേറ്റവരെ ഓട്ടോറിക്ഷകളിലും പുറകിൽ കിടന്ന കാറിലും കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള തിരക്കിലായിരുന്നു കുറേ പേർ. അവനെവിടെ ശൗരി? ജോൺസൺ ആളുകളോട് തിരക്കി. ആൻ്റപ്പൻ്റെ കൂട്ടത്തിലൊരുത്തനെ കക്ഷത്തിൽ ഇറക്കി പിടിച്ചുകൊണ്ട് കുരിശടിക്ക് പോയിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. മുന്നിലെ ജീപ്പിൻ്റെ പിന്നിലുള്ള ഫുട്ബോർഡിൽ കോർത്തുപോയ കാറിൻ്റെ ബമ്പർ വെട്ടിപ്പൊളിച്ചാണ് ആളുകൾ വേർപെടുത്തിയത്. ബമ്പർ ഇല്ലാത്ത കാർ പരിക്കേറ്റവരെയും കൊണ്ട് ആലപ്പുഴയ്ക്ക് പാഞ്ഞുപോയി. ജീപ്പും കൂടി മാറ്റിയതോടെ പോലീസ് ജീപ്പിന് മുന്നോട്ട് പോകാൻ ഇടം കിട്ടി. ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ജീപ്പ് ഒരരികിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. പോലീസ് ജീപ്പ് കുരിശടിയിലെത്തി. ഹെഡ്ലൈറ്റിൽ നിന്ന് പാഞ്ഞ വെളിച്ചത്തിൽ ജോൺസൺ ആ കാഴ്ച കണ്ടു. കല്ലുകളും പത്തലുകളും മറ്റ് മാരകായുധങ്ങളുമായി ഒരു പറ്റം ആളുകൾ. അവരിൽ നിന്ന് ഏതാണ്ട് 15 വാര മുന്നിലായി ജോമോൻ പീറ്റർ. അയാളിൽ നിന്ന് 1-5 അടി അകലത്തിൽ ശൗരി. അവൻ്റെ കാൽപാദങ്ങളെ നക്കി നനയ്ക്കുന്ന തിരകൾ. ഓടി മാറടാ! ആൻ്റപ്പൻ പീറ്റർ ജോമോൻ്റെ നേർക്ക് അലറി. ശൗരി ജോമോൻ്റെ മേലുള്ള പിടുത്തം വിട്ടിട്ട് നിമിഷങ്ങളെ ആയിട്ടുള്ളൂ. ജോമോൻ ഒരു വശത്തേക്ക് ഓടി മാറി. അടുത്ത നിമിഷം ശൗരി കടലിലേക്ക് കുതിച്ചു. ആൻ്റപ്പൻ പീറ്ററുടെ ആളുകൾ ശൗരിയുടെ നേർക്ക് കല്ലെറിഞ്ഞുകൊണ്ട് മുന്നേറി.
കശാപ്പ് കത്തിയും മറ്റ് ആയുധങ്ങളുമായി കൂടെയുള്ളവർ പാഞ്ഞു ചെന്നു. ശൗരി അപ്പോഴേക്കും കടലിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞിരുന്നു. മൊബൈൽ ടോർച്ചും എമർജൻസി ലൈറ്റുകളുമൊക്കെയായി ആൾക്കൂട്ടം പാഞ്ഞ് കടൽ വക്കിലെത്തി. അവർ അങ്ങിങ്ങ് പാഞ്ഞു നടന്ന് തീരക്കടലിലെമ്പാടും ശൗര്യയുടെ തല പൊന്തുന്നുണ്ടോ എന്ന് തിരഞ്ഞു. അവനെ കാണാനേയില്ല. അവൻ രക്ഷപ്പെടരുത്. 4 പാട് നോക്കിക്കോ, ആൻഡപ്പൻ പീറ്റർ തൻ്റെ ആളുകളോട് വിളിച്ചു പറഞ്ഞു. ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസും കടൽക്കരയിലെത്തി. കടലിൽ ഒരടയാളവുമില്ല. മൺതിട്ടകളിൽ കടലിടിക്കുന്ന ഒച്ച മാത്രം ഹുങ്കാരത്തോടെ കേൾക്കാം. മുങ്ങിച്ചത്തോ നായിൻ്റെ മോൻ. ആൻഡപ്പൻ പീറ്റർ കടലിലേക്ക് നോക്കി പ്രാഗി. അല്പസമയം കഴിഞ്ഞപ്പോൾ കടൽപ്പരപ്പിൽ ശൗര്യയുടെ തല കാണായി. കുറച്ചകലെ ഒരു തേങ്ങ ഒഴുകി നടക്കുന്ന പോലെ തോന്നിച്ചു. വടക്ക് ഭാഗത്ത് നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ടായിരുന്നു. കയ്യിൽ കല്ലുണ്ടായിരുന്നവർ ശൗര്യയുടെ തല കണ്ട ഭാഗത്തേക്ക് ആഞ്ഞെറിഞ്ഞു. പക്ഷേ ആ കല്ലുകൾക്ക് എത്താവുന്നതിലും അകലെ നീന്തി എത്തിക്കഴിഞ്ഞിരുന്നു ശൗര്യക്കുട്ടി. ബോട്ടിൽ നിന്ന് ശക്തമായൊരു സെർച്ച് ലൈറ്റ് കടൽപ്പരപ്പിനു മീതെ വൃത്താകൃതിയിൽ പതിഞ്ഞു. ആ പ്രകാശവൃത്തത്തിനുള്ളിൽ ശൗര്യയുടെ തല കരയ്ക്ക് നിന്നവരെല്ലാം വ്യക്തമായി കണ്ടു. ശൗരി ബോട്ടിന് നേർക്ക് നീന്തുന്നുണ്ടായിരുന്നു. ബോട്ട് അവൻ്റെ സമീപത്തേക്ക് വന്നു. അതിൽ നിന്ന് ഇട്ടുകൊടുത്ത കയറിൽ തൂങ്ങി ശൗര്യക്കുട്ടി ബോട്ടിലേക്ക് കയറി. സെർച്ച് ലൈറ്റ് അണഞ്ഞു. ബോട്ടിനുള്ളിലെ ലൈറ്റ് പ്രകാശിച്ചു. ശൗര്യക്കുട്ടി കടപ്പുറത്ത് നോക്കി നിൽക്കുന്നവരുടെ നേർക്ക് കൈ വീശിക്കാട്ടി. ബോട്ട് തിരിഞ്ഞ് വടക്ക് ദിക്കിലേക്ക് പാഞ്ഞുപോയി. ശൗര്യക്കുട്ടി രക്ഷപ്പെട്ടുവെന്നും ആൻഡപ്പന് കനത്ത അടിയാണ് കിട്ടിയതെന്നും ജോൺസന് മനസ്സിലായി. ഇനി അവനെ 7 കടലും കടന്നു ചെന്നാലും കിട്ടത്തില്ല. ജോൺസൺ ആൻഡപ്പനോട് പറഞ്ഞു. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവൻ തപ്പിച്ചു പോയില്ലേ? എബ്രാഹിം സാറ് നിങ്ങളുടെ കൈവെള്ളയിലോട്ട് വെച്ച് തന്നതല്ലായിരുന്നോ? എന്നിട്ടും നിങ്ങൾക്ക് അവൻ്റെ രോമത്തിൽ തൊടാൻ പറ്റിയോ? ശൗര്യക്കുട്ടിക്ക് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി ഒരുക്കിയ സന്നാഹവും ഒഴുക്കിയ പണവും ഓർത്തിട്ട് ആൻഡപ്പന് നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തോന്നിപ്പോയി. വാഹനങ്ങൾ തമ്മിലുണ്ടായ കൂട്ടിയിടിയിൽ എത്ര പേർക്ക് പരിക്കു പറ്റിയെന്നോ, എത്ര പേർ ആശുപത്രിയിലായെന്നോ, അതിൻ്റെ ചികിത്സയ്ക്കായി എത്ര പണം ചെലവിടേണ്ടി വരുമെന്നോ അറിയില്ല. ഇതിനെല്ലാം കൂടി ചേർത്ത് കണക്ക് തീർക്കുമ്പോഴും ശൗര്യയുടെ ജീവൻ മാത്രമേ കിട്ടാനുള്ളൂ എന്നതും ഒരു നഷ്ടക്കച്ചവടമായി ആൻഡപ്പന് തോന്നി. ശൗര്യയെ 4 തവണയെങ്കിലും കൊല്ലാനുള്ള പക മനസ്സിൽ കിടപ്പുണ്ട്. കശാപ്പ് കത്തികൊണ്ട് തന്നെ അവൻ്റെ കഴുത്തറുക്കുകയും വേണം. എന്നാൽ ഇനി എല്ലാവരും പിരിഞ്ഞു പോകുമല്ലേ? വെറുതെ കടപ്പുറത്ത് നിന്ന് തണുപ്പ് കാറ്റടിച്ചിട്ട് എന്ത് കിട്ടാനാ? ജോൺസൺ ആൻഡപ്പനോട് തെല്ല് പരിഹാസത്തിൽ ചോദിച്ചു. നിങ്ങളുടെ ആൾക്കാരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ജീപ്പിൻ്റെ ബമ്പറിലും ഫുട്ബോർഡിലും റോഡിലുമെല്ലാം ചോരയാ. അതിൻ്റെ എല്ലാം കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണ്ടേ? വാ. ജോൺസണും സഹപ്രവർത്തകരും ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്തെത്തി. അവിടെ അപ്പോഴും ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. ആക്സിഡൻറ്റിന് ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ജോൺസൺ തിരക്കി. പൗലോ എന്നൊരാൾ ജോൺസണോട് സംഭവം വിവരിച്ചു. പൗലോ ജെയ്മോൻ്റെ ടീ ഷോപ്പിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ കുറേ ആളുകൾ റോഡിൽ കൂട്ടം ചേരുന്നതും എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയുന്നതും കണ്ടു. ചായ കുടിച്ച പൈസ കൊടുത്തിട്ട് പൗലോ റോഡിലേക്ക് ചെന്നു. അപ്പോൾ ശൗരി കുരിശടി റോഡിലൂടെ നടന്നു വരുന്നത് കണ്ടു. ഒരാൾ ശൗര്യയുടെ അരികെ ചെന്ന് തീപ്പെട്ടി ചോദിച്ചതും ശൗരി കൈ വീശി ഒറ്റയടി അടിച്ചു. അപ്പോഴേക്ക് അങ്ങിങ്ങ് നിന്നവർ പാഞ്ഞെത്തി. കുരിശടി റോഡിലൂടെ ജീപ്പുകളും കാറും കുതിച്ചെത്തി. റോഡിൽ നിന്ന് ശൗര്യയെ ഇടിച്ചു തെറിപ്പിക്കാനായി പാഞ്ഞു വന്ന ജീപ്പിന് മുന്നിലേക്ക് ജോമോനെ പൊക്കിയെടുത്ത് മറയായി പിടിച്ചു. അതോടെ ജീപ്പ് സഡൻ ബ്രേക്കിട്ടു. പിറകെ വന്ന വാഹനങ്ങൾ അത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണ് കൂട്ടിയിടി നടന്നത്. ജോൺസൺ ആൻഡപ്പനെയും കൂട്ടരെയും നോക്കി. ആക്സിഡൻറ്റിന് കേസെടുക്കണോ വേണ്ടയോ? കേസെടുക്കണം സാറേ. പരിക്ക് പറ്റിയവർക്ക് ഇൻഷുറൻസിൻ്റെ നഷ്ടപരിഹാരം കിട്ടണ്ടേ? ആൻഡപ്പൻ്റെ ബന്ധുവായ അലോഷ്യസ് പറഞ്ഞു. എന്നാൽ എല്ലാവരും കൂടെ വണ്ടിയുടെ ബുക്കും പേപ്പറും എല്ലാമായിട്ട് സ്റ്റേഷനിലോട്ട് വാ. വണ്ടിയൊക്കെ ഇവിടെ തന്നെ കിടന്നോട്ടെ, രാവിലെ മാറ്റിയാൽ മതി. ജോൺസണും പോലീസ് സംഘവും സ്റ്റേഷനിലേക്ക് തിരികെ പോയി. അല്പം കഴിഞ്ഞപ്പോൾ മാരാരിക്കുളത്ത് നിന്ന് എബ്രാഹിം മാത്യു ഫോണിൽ വിളിച്ചു. അവൻ പിന്നെ രക്ഷപ്പെട്ടു അല്ലേടോ? തനിക്ക് വല്ലതും ചെയ്യാൻ പറ്റിയോ? ഇല്ലല്ലോ സാറേ. നമ്മളെക്കായാലും കാഞ്ഞ ബുദ്ധിയാ അവൻ്റെ തലയിൽ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടാ അവൻ പോലീസിന് കീഴടങ്ങിയത്. അർത്തുങ്കൽ കടപ്പുറത്ത് ബോട്ട് വന്ന് അവനെ കയറ്റിക്കൊണ്ട് പോണെങ്കിൽ അവൻ്റെ തലയിൽ അവൻ അതെല്ലാം വരച്ചു വെച്ചിട്ടില്ലായിരുന്നോ? അവൻ്റെ പേരിലോട്ട് കേസ് എഴുതി വെച്ച് ചാർജ് ചെയ്യടോ സാർ. അതും ഒരു വിഡിതമായി പോകുമെന്നാ തോന്നുന്നേ. ഞാൻ പറയുന്ന പോലെ താനങ്ങ് ചെയ്താൽ മതി. ശരി സാർ. ജോൺസൺ മേലധികാരിയുടെ ഉത്തരവ് ശിരസാവഹിച്ച് ശൗര്യക്കെതിരെ കേസെടുക്കാൻ തയ്യാറായി. അടുത്ത ഭാഗം നാളെ.